കൂട്ടുകാരെ, ഇന്ന് ഞാൻ 2 പലഹാരങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിളായ പരിപ്പ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ രണ്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. 1 കപ്പ് പച്ചരി എടുക്കുക. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് പരിപ്പ് വർഗ്ഗങ്ങൾ. ഞാനിപ്പോൾ ചെറുപയർ പരിപ്പ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. തുവർ ദാൽ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം 1/2 കപ്പ് വീതം എടുക്കുക. പിന്നെ നല്ല സ്വാദിനും കളറിനും ഫ്ലേവറിനും വേണ്ടി 2 സ്പൂൺ ഉലുവ എടുക്കുക. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും പരിപ്പ് നിങ്ങൾക്ക് വീട്ടിലില്ലാത്തുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു ചുമന്ന കളർ ഒരു പരിപ്പുണ്ട്, മസൂർ ദാൽ എന്ന് പറയും. ഇപ്പം ചെറുപയർ പരിപ്പിന് പകരം നിങ്ങൾക്ക് മസൂർ ദാൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നല്ല ലൂസാക്കി അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് അരയ്ക്കുക. അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഈ പരിപ്പായതുകൊണ്ട് ചിലർക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണ്. നമ്മൾ രാവിലെ തന്നെ 4 മണിക്കൂർ കുതിർത്തി വയ്ക്കുക, പിന്നെ 6 മണിക്കൂർ പുളിക്കാൻ വയ്ക്കുക. ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. പുളിക്കാൻ വേണ്ടി നമ്മൾ 2 സ്പൂണ് തൈര് ആഡ് ചെയ്യുക. ഒട്ടും പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യരുത്. കുറച്ചെങ്കിലും ഒരു പുളി വേണം. ഫ്രഷ് തൈരായിരിക്കണേ, അല്ലെങ്കിൽ തൈരിൻ്റെ ഒരു ചുവ വരും. പിന്നെ കായപ്പൊടി ആഡ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റാക്കി ഈ ദോശ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഇങ്ങനൊരു മാവുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇത് ദോശ ഉണ്ടാക്കാം. പിന്നെ രാത്രി ഡിന്നറിനാണെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കാവുന്നതാണ്. ഇത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെറൈറ്റി എപ്പോഴും താല്പര്യപ്പെടുന്നതാണല്ലോ. എപ്പോഴും ഈ അരി ഉഴുന്നും ദോശ കഴിച്ചവർ മടുത്തിരിക്കുകയായിരിക്കും പണ്ടേ തൊട്ട്. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അവർക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാക്കി കനം കുറച്ച് നമ്മുടെ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. എരിവൊക്കെ കുറവാണ്. പിന്നെ കൂടുതൽ പച്ചക്കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. സവാള ഇടാം, ക്യാരറ്റ് ഇടാം, ക്യാബേജ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചമ്മന്തി വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ തേങ്ങാ ചമ്മന്തി ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉഴുന്നുപരിപ്പും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുള്ളൊരു ചമ്മന്തി. അത് ഇതിനകത്ത് നല്ല കോമ്പിനേഷനാണേ. അതും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിരിക്കും. ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ അടുത്ത ഡിഷ് എന്ന് വെച്ചാൽ നമ്മുടെ സെയിം ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്ക് സ്നാക്സായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാം. വൈകിട്ട് വരുമ്പോൾ ചായയ്ക്ക് ഉപയോഗിക്കാം. ഹസ്ബൻഡൊക്കെ വരുമ്പോൾ ചായയും ഈ വടയും കൂടി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദോശമാവിൻ്റെ അത്രയും ഈ മാവ് അരയരുത്. ഞാനിപ്പോൾ ഇത് കുറച്ച് എൻ്റെ കൂടുതലാണ് അരഞ്ഞിരിക്കുന്നത്. ഇത്രയും അരയേണ്ട കാര്യമില്ല. നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ അരയ്ക്കില്ലേ, അത്രയും മാത്രം അരയ്ക്കുക. അതിനകത്തേക്ക് നമ്മൾ വട ഉണ്ടാക്കുന്നത് പോലെ സവാള ഇടുക, പച്ചമുളക് ഇടുക, വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം. പിന്നെ ക്യാരറ്റ് വേണ്ടവർക്ക് ക്യാരറ്റ് ഇടാം. ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഒരു ഉലുവാപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഉലുവ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഉലുവാപ്പൊടി ഇട്ടു, കുറച്ച് മസാലപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം ഇടാം. നമ്മുടെ വട ഉണ്ടാക്കുന്ന മറ്റുള്ള വടകൾ ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുക. നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വട പ്രിപ്പയർ ചെയ്തെടുക്കാം.
എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിക്കുക. ഒരുപാട് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആ ഓയിൽ യൂസ് ചെയ്ത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഇട്ട് വട പ്രിപ്പയർ ചെയ്തെടുക്കുക. ഇത് വെറുതെയും കഴിക്കാം കേട്ടോ, വെറുതെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നുവട കഴിക്കുന്നത് പോലെ വെള്ളച്ചമ്മന്തി, കുട്ടികളൊക്കെ പറഞ്ഞ വെള്ളച്ചമ്മന്തി എന്നാണ്, തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ പൊട്ടുകടല ചമ്മന്തി, നമ്മുടെ ഹോട്ടലുകളിൽ കിട്ടുന്ന പൊട്ടുകടല ചമ്മന്തി, അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ ടൊമാറ്റോ സോസും ഇതും കൂടി കൊടുത്തു വിട്ടാൽ അവർ പാത്രം കാലിയാക്കിയിട്ട് തിരിച്ചു വരുള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കണം, എൻജോയ് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഇതൊരു ഫുൾ ഡേ മീലാണ് കേട്ടോ. നിങ്ങൾ രാവിലെ നിങ്ങൾക്കൊരു തിരക്കുള്ള ദിവസമാണെങ്കിൽ രാവിലെ നിങ്ങൾ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. സൂപ്പർ ഡിഷാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു.